എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാജസ്ഥാൻ റോയൽസിനെ ശരിക്കും പറഞ്ഞാൽ സ്വപ്ന തുല്യമായ ഒരു പൊസിഷനിലേക്കാണ് മലയാളി ക്യാപ്റ്റൻ സഞ്ജു സാംസൺ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഓരോ മത്സരത്തിലും കൃത്യതയാർന്ന ക്യാപ്റ്റൻസി തന്ത്രങ്ങളും മികച്ച ബൗളിംഗ് ചേഞ്ചുകളും ബാറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ സീസണിലേക്കാൾ അപേക്ഷിച്ച് വളരെ മികച്ച രീതിയിൽ കൺസിസ്റ്റൻ്റായി തന്നെ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കുന്ന ഒരു ബാറ്റിംഗ് പെർഫോമൻസും എടുത്തു പറയേണ്ട ഒരു പ്രകടനം തന്നെയാണ് ഈ ഒരു നായകൻ പദവിയിൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന് നൽകുന്നത്. സീസണിലെ 8 മത്സരങ്ങൾ പിന്നിടുമ്പോൾ 14 പോയിൻറ്റുമായി സീസണിലെ ടേബിൾ ടോപ്പേഴ്സായി ഇപ്പോഴും നിലയുറപ്പിച്ച പ്രകടനമാണ് RR കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇനി IPL ശേഷം ഒരാഴ്ച IPL 2024 കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് T20 വേൾഡ് കപ്പ്, T20 ക്രിക്കറ്റിൻ്റെ ലോക ക്രിക്കറ്റ് പൂരമായ T20 വേൾഡ് കപ്പ് വരാൻ പോവുകയാണ്. ടീമിലൂടെ ഉറപ്പിക്കാൻ എല്ലാ താരങ്ങളും വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു T20 വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യൻ നായകനായിട്ടുള്ള രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി തുടങ്ങിയ സീനിയർ താരങ്ങൾ അടുത്ത ലോകകപ്പ് വരെ കളിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇന്ത്യയുടെ ലെജൻഡറി താരമായിട്ടുള്ള ഹർഭജൻ സിംഗ് കഴിഞ്ഞ മുംബൈ രാജസ്ഥാൻ മത്സരത്തിന് ശേഷം തൻ്റെ ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യൻ T20 ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. വളരെ സർപ്രൈസിങ് നെയിം തന്നെയാണ് സഞ്ജു സാംസൺ. മലയാളി താരമായിട്ടുള്ള രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനായിട്ടുള്ള സഞ്ജു സാംസണെ രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹർഭജൻ സിംഗ്. രോഹിത്തിന് ശേഷം രോഹിത് പടിയിറങ്ങുമ്പോൾ ഇന്ത്യൻ T20 ക്രിക്കറ്റ് ടീമിൻ്റെ നായക പദവിയിലേക്ക് സഞ്ജു എത്തണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നാണ് ഹർഭജൻ സിംഗ് കഴിഞ്ഞ മുംബൈയെ രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുത്തിയ മത്സരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുള്ളത്. എല്ലാ മലയാളി ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് വളരെ ഒരു ആവേശപൂർണ്ണമായ ഒരു സജഷനിൽ കമൻറ്റ് തന്നെയാണ് ഹർഭജൻ സിംഗിനെ പോലൊരു ഇന്ത്യയുടെ ലെജൻഡറി പ്ലെയർ സഞ്ജു സാംസണെ തൻ്റെ അടുത്ത ഇന്ത്യൻ ടീമിൻ്റെ നായകനായി കാണണമെന്ന ആഗ്രഹം ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. ശരിക്കും ക്യാപ്റ്റൻസിയിലടക്കം മറ്റ് താരങ്ങളെക്കാൾ ഉപരി വളരെ മികച്ച പ്രകടനം തന്നെയാണ് IPL 2024 സഞ്ജു കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ രാജസ്ഥാൻ റോയൽസിന് കഴിഞ്ഞ മത്സരത്തിൽ അവർ വിജയത്തെ പറ്റി അദ്ദേഹം സഞ്ജു ഗ്രൗണ്ടിൽ കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട മാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് കയറി കാണുക. സോ അങ്ങനെ ഓരോ മത്സരം കഴിയും തോറും ഇമ്പ്രൂവ് ആയി വരുന്ന സഞ്ജു സാംസണിൻ്റെ ക്യാപ്റ്റനിങ് എബിലിറ്റി തന്നെയാണ് രാജസ്ഥാൻ റോയൽസിനെ രണ്ടാം IPL കിരീടമെന്ന സ്വപ്നത്തിലേക്ക് ഇനിയും അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് കാത്തിരിക്കാം സഞ്ജു സാംസൺ നായകൻ്റെ കൂടുതൽ മികച്ച പ്രകടനത്തിന് വേണ്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.